Malayalam film director Radish Balakrishnan Muduva has announced his next film. It's a spin-off of his last release, Nathan Kesukoda, and it is based on the characters Suresh and Sumalata from the 2022 film. The new film has been titled Sureshindeയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തിൻ കിളി. നമ്മള് കേരളം മൊത്തം ഈ ഓട്ടോ എടുത്ത് ചുറ്റാൻ പോവാണ്. റാൽപ്പ് എന്താണ് കാത്തിരിക്കുന്നത്? റാൽപ്പ് എന്താണ് കാത്തിരിക്കുന്നത്? ഹായ്. ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്നാത്താൻ കേസോട് ലൊക്കേഷനിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സീൻ എടുക്കാനായിട്ട് പോകുന്ന ദിവസത്തിൽ നിന്ന് നിങ്ങൾ ലീഡായി വരുന്ന ഹൃദയകാരിയായ പ്രണയകഥയുടെ നിങ്ങൾ ഒരുമിച്ചുള്ള സീനിന്റെ ഫസ്റ്റ് ഡേ രണ്ടുപേർക്ക് എങ്ങനെയാണ്? അടിപൊളി. ഫസ്റ്റ് ഡേയും ഓട്ടോ തന്നെയല്ലേ ഉണ്ടായത്? ആക്സിഡന്റ് സീനില്ലേ, അതാദ്യം ഉണ്ടായത്. ഇത് ഞാൻ ചോദിക്കുന്നത് സീനിനപ്പുറം നിങ്ങൾക്ക് അന്ന് നിങ്ങൾ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ആണ്. മേ ബി അതിന് മുന്നേ പ്രീയിലൊക്കെ നിങ്ങൾ സംസാരിക്കാനൊക്കെ പുതിയ ആൾക്കാരാണല്ലോ. ക്യാമറയ്ക്ക് മുന്നിൽ അപ്പോഴാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത്. അവിടെ ആ സിനിമ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് വരുന്നു. ഇത്രയും ടൈമും കൂടെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോഴും മൊമെന്റ് എങ്ങനെയാ? ഫസ്റ്റ് ഞാൻ രാജേഷേട്ടൻ്റെ ലുക്കിൽ താൻ കേസോട് സിനിമയിൽ കാണുമ്പോൾ എൻ്റെ മുടിയെല്ലാം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന രാജേഷേട്ടൻ്റെ ഗെറ്റപ്പാണ്. ഞാൻ കുറേ നേരം ചിരിച്ച് ഒരു 15 മിനിറ്റൊക്കെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് ആ സീൻ ചെയ്യാൻ വേണ്ടി പോയത്. അതുകൊണ്ട് അത്ര പിന്നെ ചിരി തന്നെയായിരുന്നു അധികം സമയം. ഇന്നത്തെ കേസോട് പിന്നെ പ്രീ ഷൂട്ടിന് മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് പരിപാടികൾ ആണല്ലോ കാണുന്നത്. അപ്പോൾ പ്രീ ഷൂട്ടിൽ ഞാനല്ലായിരുന്നു ഈ ക്യാരക്ടർ അവതരിപ്പിച്ചത്. ഷൂട്ടിനാണ് ഞാൻ ഈ ക്യാരക്ടറായിട്ടാണ്. പ്രീ ഷൂട്ടിനാണ്. അപ്പോൾ ഷൂട്ടിനാണ് ഞാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത്. അന്ന് മറ്റേ ഞാൻ ഗെറ്റപ്പ് എൻ്റെ വേഷം ഇട്ട് വരുമ്പോൾ ചിത്രം നോക്കി ചിരിക്കായിരുന്നു കുറേ സമയം. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ഫണ്ണായിരുന്നു എൻ്റെ മൊത്തം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലീഡ് എന്നുള്ള തീരുമാനമൊക്കെ ആയി, ഇങ്ങനൊരു സിനിമയുടെ തീരുമാനമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്തത് മറ്റേ പ്രൊമോഷണൽ വീഡിയോ ആയി. റീല്. അതെ അതെ. അതിനു മുമ്പേ കുറച്ച് ഒരു 1.5 ആഴ്ച പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ രണ്ടാമത് കാണുന്നത്. അപ്പൊ പിന്നെ സുരേഷനായിട്ടല്ല, 13 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സുരേഷിന്റെ ഗെറ്റപ്പിലായിരുന്നു. അപ്പൊ വേറെ രീതിയിലായിരുന്നു അത് തുടങ്ങിയതൊക്കെ. പിന്നെ മെല്ലെ മെല്ലെ സുരേഷനിലേക്ക് വരികയായിരുന്നു. ഇതിന് ഇപ്പോ ഈ റീൽ വീഡിയോ ആണല്ലോ ആദ്യം പുറത്തു വരുന്നത്. അപ്പൊ അതിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് റീലുകളുടെ പരിപാടികളിലാണ്. എന്നാൽ അതിൽ വരുന്നത് വളരെ കൺവെൻഷണൽ ആയ ഒരു കൈൻഡ് ഓഫ് പാട്ട്. ആ പാട്ടിലൊരു ഫോക്ക് പാട്ടില് നിങ്ങളുടെ ഡാൻസ് വെച്ചിട്ടാണ്. ഈ പൊതുവെ മലയാളത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ പെയറുകൾ എന്നെല്ലാം പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് സെറ്റിങ്ങിലായിരിക്കുമല്ലോ. ഇവരങ്ങനെയാണ് മറിച്ചാണ്. ഇവർക്ക് ഭയങ്കര സൂപ്പർ ഹീറോ അപ്പോൾ ഒരു ഭയങ്കര സ്റ്റൈലൈസ്ഡ് ഫ്രെയിമിങ് പരിപാടികൾ, അതിലാണ് ഈ പെയറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മോഹൻലാൽ ശോഭന മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജേണിയിലും അവിടെയാണ് വളരെ യുണീക്ക് ആയിട്ടുള്ള
ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള രണ്ടുപേര്, മറ്റേ സ്പേസ് കൊടുക്കുന്ന ആൾക്കാര്, സ്ലോ സ്റ്റഡി വിൻസ് റേസ്, കെയറിംഗ് സുരേഷൻ. ആ ഒരു പെയറ്, ആ പെയറിന് ഇവിടെ ഒരു ഐക്കോണിക് രീതിയിൽ ഒരു യൂണിക് സ്പേസ് ഇൻഡസ്ട്രിയിൽ കിട്ടുന്നുണ്ട്, ഓഡിയൻസിന്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഈ റീലും കൂടി വരുന്നത് ഡാൻസ് ചെയ്യാണ്. അതിലൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇവരുടെ പെയറുകൾ എന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം ഒരുമിച്ചുള്ളത്. ഈ ഡാൻസ് രാജേഷ് നമ്മൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് കണ്ടിട്ടില്ല. രാജേഷ് നല്ല ഡാൻസർ തന്നെയാണ്. അതെ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ ചെറിയ ഭരതനാട്യം ഒക്കെ പഠിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് പിന്നെ ഡാൻസ് കളിക്കേണ്ടി വരും നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ, അഭിനയിക്കേണ്ടി വരും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഡാൻസ് കളിക്കേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. അപ്പം ചിത്രയാണെന്നുണ്ടെങ്കിലും നാട്ടിലെ പേരെടുത്ത ഡാൻസറാണ്, ടീച്ചറാണ്. അതെ, ഇതുപോലെ തന്നെ പഠിച്ചിട്ടൊന്നുമില്ല, ഡാൻസിനോട് ഇഷ്ടമൊന്നും ഇല്ല. പക്ഷെ നമ്മളെ സെറ്റാക്കി എടുത്തത് റിഷ്ദനും അർച്ചനയും അല്ല അനക്കയും കൂടി സെറ്റാക്കി എടുത്തതാ ഒരാഴ്ച കൊണ്ട് അല്ലേ. നമുക്ക് ഡാൻസിനോട് ഇഷ്ടമുണ്ട്. രാജേഷേട്ടനും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. നടക്കണ്ട ചെയ്തു വന്നപ്പോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കൺവെൻഷനിലല്ലോ, പിന്നെ വേറെ സുരേഷനും സുമലതയും അല്ല, അവരേ കൺവെൻഷനിലല്ല. ആ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തതും അല്ല അല്ലേ നമ്മൾ ചെയ്ത് ഒന്നൊരാഴ്ച പ്രാക്ടീസ് ചെയ്തല്ല. അപ്പൊ രതീഷേട്ടനും കൂടി കോറിയോഗ്രാഫറാണ്. അതെ, അതിന്റെ കൂടിയാണ് അവസാനം. ഈ പടത്തിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇതിലെ ഹുക്ക് ചെയ്യുന്നതിന്റെ ടൈറ്റിൽ തന്നെയാണ് ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്നത്. ഈ പ്രണയകഥകൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് എൻഡിങ്ങിൽ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഒന്നിക്കും, അല്ലെങ്കിൽ ഒന്നിക്കില്ല. ഈ സാധനം വർക്ക് ആവുന്നത് എത്രമാത്രം പുതിയ മൊമെന്റ്സ് വരുന്നു, ഈവെന്റ്സിലാണ് നമ്മളിതെല്ലാം കണക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഫ്രഷ് എന്നുള്ള സംഭവം. ഹൃദയഹാരിയായ പ്രണയകഥയിലെ ഫ്രഷ് എലമെന്റ് എന്തായിരിക്കും? ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രേമകഥ തന്നെയാണ്. പക്ഷെ ഹൃദയഹാരിയായ പ്രണയകഥ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും അതിൻ്റെ രീതി, അത് പറയുന്ന രീതി, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. പിന്നെ ഒന്നിക്കും അല്ലെങ്കിൽ ഒന്നിക്കില്ല, ഇതാണല്ലോ പിന്നെ അതിലൊരു കൺവെൻഷനിലല്ലാത്ത ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ അവസാനവും. അതെ, അതിൽ നിൽക്കില്ലായിരിക്കും. ഓക്കെ, യുഗങ്ങൾ താണ്ടി അങ്ങ് പ്രണയിച്ചോണ്ടിരിക്കുന്ന ചിത്രക്ക് എങ്ങനെയാണ് ഹൃദയഹാരി? അല്ല, ഞാൻ പറഞ്ഞ ചിലപ്പോ കഥ പറഞ്ഞു എനിക്കറിയില്ല, അങ്ങനെ പറയാ. കഥ പറഞ്ഞു ആൾക്കാർ അങ്ങനെ പറയും, എന്റെ വായിന്ന് അങ്ങനെയല്ല വരും ചിലപ്പോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്യാം. നീ പറഞ്ഞോ. അല്ല, ഇതുപോലെ തന്നെ, അതായത് ടൈം ആണല്ലോ, ഒരു ടൈം പീരീഡ്. അപ്പൊ ഏത് കാലഘട്ടത്തിലും പ്രണയത്തിന് വേറെ വലിയ വ്യത്യാസം ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ എൻഡിങ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എത്രമാത്രം റൊമാൻറ്റിക് ആയ മനുഷ്യന്മാരാണ് ജീവിതത്തിൽ? ഞാൻ നല്ല റൊമാൻറ്റിക് ആയ മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ പറയാൻ ചിത്രമാണ്. ഈ പ്രണയത്തിന്റെ ഡൈമെൻഷനും പലതാണല്ലോ. അതെ നമ്മൾ അതിനെ ഭയങ്കര കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ആ സ്പേസിനെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. സുരേഷ് ചേട്ടനും സുമലതനെയൊക്കെ പോലെ അല്ലേ? അതെ, ചിലപ്പോ അതിനെക്കാട്ടിലും. അതും കഴിഞ്ഞ് എങ്ങോട്ടാണ്? അതായത് ഈ പല വർഷങ്ങളായിട്ട് സിനിമ കാണുന്നു, ഒരു ചെറുപ്പം മുതലേ കാണുന്ന സിനിമകളുണ്ടല്ലോ. ഈ 2024 എത്തിക്കുമ്പോഴും അത്ര സിനിമകൾ കണ്ട് അതിന്റെ ഡാറ്റാബേസ് നമ്മുടെ തലയിലുണ്ടാവും. പല ജോണേഴ്സ്, പല ടൈപ്പ് പടങ്ങൾ. അതിൽ ഈ റൊമാൻറ്റിക് ജോണറിൽ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഒരു പടം ഉണ്ടാവും? തേന്മാവിൻ കൊമ്പത്ത് ഇഷ്ടം. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് തേന്മാവിൻ കൊമ്പത്ത് ഇഷ്ടമാണ്. പിന്നെ അതെ, കുറേ സിനിമകളുണ്ട്. ഇപ്പം അടുത്ത ഞാനിപ്പം വർക്ക് ചെയ്ത സിനിമകളുടെ കാര്യം പറയാം. മായാനദി ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. പിന്നെ പഴയ കുറേ സിനിമകളുണ്ട്, അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മിസ്സായി പോകും. അത്ര ഉണ്ട്. അപ്പൊ നമ്മളൊരു പിന്നെ ഇതാണ് ലവ് സ്റ്റോറിയാണ് ചെയ്യുന്നത്, പ്രണയ സിനിമയാണ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ എന്താണ് അതിൽ പ്രത്യേകത എന്നുള്ളതായിരുന്നു നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്,
അതിന്റെ ഒരു യുണീക്നെസ് ഉണ്ടാവുമായിരിക്കും രതീഷേട്ടൻ ചെയ്യുമ്പോൾ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊക്കെ കണ്ടതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് പുള്ളി അതിനെ കാണുന്നത്. പുള്ളി അതിന് ഭയങ്കര ഒരു എന്താ സംഭവം കോമഡി, ചെറിയ 2 ക്യാരക്ടേഴ്സിന്റെ കഥയാണെന്നുണ്ടെങ്കിലും ഒരു എപ്പിക് സെറ്റപ്പിലാണ് അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര നല്ല പരിപാടിയായിരുന്നു. ഈ എപ്പിക് സെറ്റപ്പ് പറഞ്ഞപ്പോഴേ ഇന്നലെ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര വലിയ സിനിമയാണല്ലോ. അപ്പൊ ഇപ്പൊ നമ്മളിതൊരു കുഞ്ഞു കഥ, കുഞ്ഞു സിനിമ, റൊമാൻറ്റിക് പടം പ്രതീക്ഷിക്കുന്നിടത്ത് പല കാലഘട്ടങ്ങള്, ഇതിൽ തന്നെ നിങ്ങളെ തന്നെ ഗെറ്റപ്പ് ചേഞ്ചുകള്, വലിയ സിനിമ, വലിയ ക്യാൻവാസ് സിനിമ നമ്മള് ഈ ട്രെയിലറിൽ കിട്ടുന്നത്. ഈ ഹൃദയകാരിയ പ്രണയകഥ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്താണ്? രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ പ്രണയ സാമ്രാജ്യം. അതാണ് അത് പറയാൻ പറ്റുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഒരു കാഴ്ച പ്രണയത്തിന്. പിന്നെ ആൾക്കാർ തമ്മിൽ അറിയാലോ, സംസാരമൊക്കെ അങ്ങനെയാണ്. ആ ഡയലോഗ് കോമഡികളും എല്ലാം വെച്ചിട്ട്. പിന്നെ പുള്ളിയുടെ പ്രദേശത്ത് തന്നെ പയ്യന്നൂരിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ പയ്യന്നൂരിൽ പുള്ളി അനുഭവിച്ച കാലഘട്ടം മൊത്തം ഇതിലുണ്ട്. അതിന്റെ പൊതുവാൾ രൂപത്തിൽ ആയിട്ട്. ഈ സിനിമയെ പറ്റി പറയുമ്പോഴും ഇതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ നിങ്ങളുടെ പെർഫോമൻസ് എപ്പോഴും ഒരു കൈൻഡ് ഓഫ് ഓവർഡു ആണല്ലോ ഇതിലിപ്പോ. അതിൽ നമുക്ക് ഏറ്റവും മെമ്മറബിൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്നതാ കേസുകളില് ചിത്രം ഓവർഡു അല്ല കേട്ടോ, ചിത്രം അങ്ങനെ തന്നെയാണ്. ഈ കോട്ട് സീൻ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഈ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുന്നത്, നിങ്ങളുടെ ഈ സാധനം എല്ലാം ഒരു കൈൻഡ് ഓഫ് അവിടുത്തെ നോർമൽസിന്ന് മാറുമ്പോൾ വേണമെങ്കിൽ ആൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത് വരെ തോന്നി പോവാം. ഈ 2 പേരും അവിടെ ഇരുന്നിട്ടുള്ളത് ഇതിന് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയ പാളി പോകാനുള്ള സാധ്യതകളും ഭയങ്കരമാണ്. ആളുകൾക്ക് ഇത് ഈ പറഞ്ഞ ക്രിഞ്ചടിക്കാൻ പാടില്ലല്ലോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളത്. ഇത് ഒരു സിനിമയിലെ 2 ക്യാരക്ടേഴ്സാണ്, മെയിൻ ലീഡല്ല, കുറച്ച് സീനുകളിൽ വരുന്നവര്. ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ വരുമ്പോൾ ഇതിന്റെ ഒരു മീറ്റർ പരിപാടി ഉണ്ടല്ലോ, അത് അത്ര എളുപ്പമാണ് ശരിക്കും? എനിക്ക് എളുപ്പമൊന്നുമല്ല, പക്ഷെ രതീഷേട്ടൻ അത് എളുപ്പാക്കി തന്നു. രതീഷേട്ടൻ എടുത്ത് കിട്ടിയ അതെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമുണ്ട് ഇപ്പോഴത്തെ. പിന്നെ ഇത് നമ്മൾ ചെറിയ മറ്റേ സിനിമയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ചില സീൻസിന്റെ ഇടയിൽ വരുന്ന ബാക്കപ്പാണ്. ഒന്ന് പോസ്റ്റ് ചെയ്യുക, കോമഡിയും ടൈമിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്താൽ മതി, എല്ലാ സീനും പെർഫോം ചെയ്താൽ മതി. പക്ഷെ ഇതില് കുറച്ച് സോളും കൂടി ഉണ്ട്. പിന്നെ ക്യാരക്ടറിനൊരു ജേണി ഉണ്ട്, ഒരു ആർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാ. സുരേഷനിലേക്ക് ഇങ്ങനെ ഒരു ഇത്രയും കഥ വന്നു ചേരും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ സുമലതക്കും. അപ്പോൾ കുറേ ഏരിയകളിലൂടെ സഞ്ചരിക്കണം. നമ്മള് കഴിഞ്ഞ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറിയാൽ മതി. അയാൾക്ക് പെരുമാറുന്ന സ്ഥലങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. അവിടെ ഇവിടെയൊക്കെ വരുന്ന ഇതില് കുറച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ട്, കാലഘട്ടങ്ങളുണ്ട്. അതെ അതെ, ഈ കാലഘട്ടങ്ങളിലും ഇപ്പൊ ഒരു ആക്ഷൻ വരെ ജസ്റ്റ് ഒരു തരം മാറാലോ. റിവല്യൂഷന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ പണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവാ. അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ അങ്ങനെ പോയില്ല. ഇത് കാലഘട്ടം എന്നിട്ട് വിഷ്വലി ആണ് അധികം അത് മാറുന്നത്. ക്യാരക്ടേഴ്സിന്റെ ഞങ്ങളുടെ ആക്ടിങ് സ്റ്റൈലിലൊന്നും മാറ്റമൊന്നും പറ്റിയില്ല. പക്ഷെ വലുതാ കഥ, കുറച്ച് വലുതാ, കുറച്ച് ആലോചിക്കാനുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ. അപ്പം ഞാനിതൊരു ആക്ടറിനെക്കാളും പെർഫോമർ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേ ചില സീനുകൾ പെർഫോം ചെയ്യേണ്ടി വരും, ചില സീനുകളിൽ നമുക്ക് മറ്റേ കുറച്ച് ഉള്ളിടേണ്ടി വരും. അങ്ങനെ ഒരു ഭയങ്കര ജേണിയായിരുന്നു. ഇത്രയും വലിയ ലെങ്ത്തുള്ള ഒരു യാത്ര എളുപ്പമല്ല. അത് സാധാരണ ഒരു ക്യാരക്ടർ വേഷം ചെയ്യുന്ന പോലെ എളുപ്പമല്ല. എന്തായാലും അതെല്ലാം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പേടി തന്നെയാണ്. ഓരോ സീൻ ചെയ്യാൻ പോകുമ്പോഴും പേടി തന്നെയാണ്. ആ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ പിടിക്കണം. പേടിച്ചിട്ട് എവിടെ എത്തും, പിന്നെ കോമഡിയാവും.
ഈ രണ്ടുപേര് ഇപ്പോൾ ഒരു ഡ്യുവോ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീയും പുരുഷനാവട്ടെ, രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകളാവട്ടെ, ഇവിടെ ഈ പറഞ്ഞ നിങ്ങളുടെ റാപ്പാണല്ലോ ഇപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ എക്സ്ചേഞ്ചുകൾ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റാപ്പോ, അത് നിങ്ങൾക്കത് കിട്ടിയാൽ മാത്രമേ കാണുന്ന നമുക്ക് ഇത് വർക്ക് ആവുന്നുള്ളൂ. ഇത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ളൊരു ടാസ്ക്കാണ് ശരിക്കും. നമുക്ക് അങ്ങനെ അധികം അനുഭവ പരിചയങ്ങളില്ല ഈ ഏരിയയിൽ. എനിക്ക് പിന്നെ ഇതിനു മുമ്പ് മദരോത്സവത്തിൽ രഞ്ജി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ 1744 വൈറ്റ് ഓൾട്ടോയില് ആനന്ദ് വന്നുവനായിട്ട്, പിന്നെ അതാ സുമലത എന്റെ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പം പിന്നെ എനിക്ക് ഇവരൊക്കെ ആയിട്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്. ചിത്രയായി കഴിഞ്ഞാലും ഭയങ്കര നല്ല സുഹൃത്താണ്. നമുക്കിടക്ക് നല്ല ചളുവൊക്കെ അടിക്കാം, അങ്ങനെയുള്ള ഒരു കമ്പനി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഈ സിങ്ക് കിട്ടുന്നത് ഒരു ചിത്ര എങ്ങനെയാണ് ഒരു ഈസി ടാസ്ക് ആണോ? കാരണം ഇവരെല്ലാം പുതിയ സിനിമയിലുള്ളവരാണ്. 2 ദിവസം കൊണ്ട് പെട്ടിയും കിടക്കിട്ട് തിരിച്ചു പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നത്. പക്ഷെ ഇവരെല്ലാം കംഫർട്ട് ആക്കി. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് മുമ്പ് ചെയ്യാനൊന്നും ഉണ്ടായില്ല അതില്, ചെറിയൊരു സീനും കാര്യങ്ങളും അത്രേ. പക്ഷെ ഇതില് കുറെ ഏരിയയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് അതെല്ലാം എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു പേടിയും. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ കണക്ക് ഷൂട്ട് ടൈം അല്ലാത്ത സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കും. അതുപോലെ അതെല്ലാം കംഫർട്ടാക്കി തന്നു, അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പിന്നെ രാജേഷേട്ടൻ പൊളിയാണെന്ന് പറഞ്ഞു. രാജേഷേട്ടൻ പൊളിയാണ്. രാജേഷേട്ടൻ സെറ്റിൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി ആണ് വിശ്വാസം. എനിക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ പെയറില് എന്റെ ക്യൂരിയോസിറ്റി എപ്പോഴും ഈ വരാൻ പോകുന്ന സിനിമയില് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിയാക്ഷനുകളാണ്. ട്രെയിലറിൽ കാണുമ്പോഴും കുറെ റിയാക്ഷൻ ഷോട്ടുകൾ ഉണ്ടല്ലോ. ചിലപ്പോ നിങ്ങൾക്ക് ഒരു POV വയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ആക്ടർ ഉണ്ടാവണമെന്നില്ല, ഉള്ള സാഹചര്യം ഉണ്ടാവും, ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര ഈസിയായിട്ട് ഡെലിവറി ചെയ്യണം. സന്തോഷിക്കുന്നതായിരിക്കും, ചിരിക്കുന്നതായിരിക്കാം, ദേഷ്യപ്പെടുന്നതായിരിക്കാം, പുച്ഛിക്കുന്നതായിരിക്കാം. ഈ റിയാക്ഷൻസ് കൃത്യമായിട്ട് ഈ ലൈഫ് പോവാണ്ട് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ശരിക്കും? നമ്മൾ കഴിയുന്നത്രയും പിന്നെ റിയാക്ഷൻ ഓപ്പോസിറ്റ് നിൽക്കും അധികം. എന്നത്തെ കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ നിർത്തി തന്നെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ ചിത്രയൊക്കെ അപ്പൊ പുതിയ ആളായിരുന്നോണ്ട് കൊറേ സുരേഷ് ഏട്ടന്മാരുണ്ടായിരുന്നു സെറ്റില്. ആൾക്കാർ അപ്പോ പിന്നെ രതീഷേട്ടനാണ്, സുമലതയാവും, സുരേഷനാവും. അതെ, അങ്ങനെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഈ സപ്പോർട്ട് ഉണ്ടാവും നന്നായിട്ട്. നമ്മളീ കോമ്പോ അതുപോലെ തന്നെ ചിലപ്പോ സുധീഷ് ഏട്ടനും രതീഷ് ഏട്ടനും ചെയ്ത് കാണിച്ചു തരും. തക്കു എല്ലാരും ADs ഇല്ലേ ഒരുപാട്, അവരെല്ലാം ചെയ്ത് കാണിച്ചു തരും അല്ലേ. എന്നിട്ട് അതുപോലെ ചെയ്യാതിരിക്കണം, അതാണ് നമ്മളുടെ ഒരു ചീത്ത കിട്ടണം. ഈ എനിക്ക് തോന്നുന്നു നാത്താൻ കേസോടിന്റെ ഒരു പോസ്റ്റ് റിലീസിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിൽ നിങ്ങളുടെ ഒരു പേരുണ്ട്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഈ ചാക്കോച്ചന്റെ ക്യാരക്ടറും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എനിക്കൊന്ന് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിലും ഈ പറഞ്ഞ യൂണിവേഴ്സുകള്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊളാബറേഷനുകൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അവിടെ ഈ ചാക്കോച്ചൻ വീണ്ടും സെറ്റി വരുന്നു, അതും ഈ കൊഴുമ്പൽ രാജീവനായിട്ട് തന്നെ വീണ്ടും വരുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ബാക്ക് ടു നാത്താൻ കേസോട് മൊമെന്റ്സ് ആണോ, അതോ പുതിയ സെറ്റിങ്ങിൽ പുതിയ പരിപാടിയാണോ? തീർച്ചയായിട്ടും എന്നാത്താൻ കേസോട് പിന്നെ വീണ്ടും വന്നു. ഈ രാജീവന്റെ പിന്നെ എന്താ ചാക്കോച്ചൻ വരുന്ന പോലെ അല്ലല്ലോ രാജീവൻ വരുന്നത്. രാജീവൻ വേറൊരു ആളായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ചാക്കോച്ചനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റേ പഴയ യൂണിവേഴ്സിലേക്ക് ഒന്ന് പോയി വന്നതുപോലെ തോന്നും. രാജീവന്റെ ഒരു എന്താ പ്രിലൂഡ് എന്നൊക്കെ പറയാൻ തോന്നുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. രാജീവൻ ഒരു നല്ല ക്യാരക്ടറാണ് സിനിമയില്, ചെറുതാണ്. ഈ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നു, നിങ്ങളുടെ ഞാൻ ഫസ്റ്റ് ആണ് ചോദിക്കുന്നത്, ഇന്നത്തെ കേസുകളിൽ നിങ്ങൾ ക്യാരക്ടേഴ്സ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ക്യാരക്ടറിനെ വായിക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു. ഇതിൽ നിങ്ങളുടെ വേർഷൻ ഓഫ് സുരേഷും സുമലതയും ഉണ്ടാവുമല്ലോ. ഇവര് അന്ന് ഇങ്ങനെ ആയിരിക്കാം, പിന്നെ ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ അന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ച ഒരു ബാക്ക് സ്റ്റോറികൾ ഉണ്ടാവാം, കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവിടെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇത് ലോങ് ജേണി ആണല്ലോ. അപ്പൊ അന്ന് നിങ്ങൾ ആലോചിച്ച കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക് സ്റ്റോറി ലിങ്ക് ചെയ്യുമ്പോൾ പുതിയ സിനിമയിൽ അത് സപ്പോർട്ട് ചെയ്യാവുന്നുണ്ടോ?
ഞാനന്ന് ബാക്ക് സ്റ്റോറി ഒന്നും ആലോചിച്ചിട്ടില്ല. അതിനെ പറ്റി ഒന്നും അറിയുന്നുണ്ടായില്ലല്ലോ. നാത്താൻ കേസുകളില് എന്റെ ക്യാരക്ടറിന്റെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായില്ല. അത് തിയേറ്ററിൽ ചിരിപ്പിക്കുന്ന പോലും ഞാൻ അറിയുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് പോയിട്ട് ചെയ്ത. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. നല്ലോണം പാടുണ്ടായിരുന്നു. ആക്ച്വലി മറ്റേ സുരേഷൻ ആണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണം. നമ്മൾ പുതിയ ടെറൈനിലാണ്, പുതിയ സിനിമയാണ്, പുതിയ ആൾക്കാരാണ്, പഴയ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ആകെ സുമലത മാത്രമാണ് ബാക്കപ്പിന് ഉള്ളത്. അപ്പം ഈ സുരേഷിൻ്റെ മാനറിസങ്ങളിൽ തന്നെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ സുരേഷിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ആലോചനയുണ്ട്. പക്ഷെ വേറൊരു ടെറൈനും വേറൊരു വലിയൊരു കഥയും ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും പിന്നെ അത് തന്നെ എത്തിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി കുറച്ചും കൂടി ഈ സുരേഷൻ ഇപ്പം ഉണ്ടായപ്പോഴാണ് സുരേഷിൻ്റെ ബാക്ക് സ്റ്റോറി കുറച്ചും കൂടി ക്ലിയർ ആയത്. ഈ അന്ന് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഇപ്പൊ പെർഫോം എന്തെങ്കിലും പണ്ട് ഇയാൾ അങ്ങനെയായിരിക്കാം ചിന്തിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ സിമിലർ ആയി വരുന്നുണ്ടോ ഈ സിനിമ ചെയ്യുന്ന സമയത്ത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ അന്നത്തെ ഒരു തോട്ടിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോ? ഉണ്ട്. സുരേഷിൻ്റെ ഒരു മണ്ടത്തരാണെന്നുണ്ടെങ്കിലും ആ നിഷ്കളങ്കത ഉണ്ട്. അത് ഇതിലും ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോ സുമലതയാണെന്നുണ്ടെങ്കിലും സുമലതയുടെ അതിൽ കണ്ട ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുമലതനെ ഇതിലും കാണാം. അല്ല, ഈ പറഞ്ഞ പോലെ എന്നാത്താൻ കേസ് കൊണ്ട ടൈമില് ഞാൻ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും ഞാൻ ചിന്തിക്കായിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോ ആ ക്യാരക്ടറിന്റെ അതെന്തായാലും വേണമല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതെ. പിന്നെ ഇത് കുറച്ചും കൂടി സുമലതക്ക് ലൈഫ് ജേർണി ഒക്കെ ഉണ്ട്. ആ ബോൾഡ്നെസ് ഒക്കെ മനസ്സിലാവുന്നത് ഈ സിനിമയിലാണ്. അതെ അതെ അതെ. അത് പിടിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായി. എന്തായാലും ആദ്യ സുമലതയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ ഏരിയയിലും കൂടി പോകണമായിരുന്നു. അത് വിഷമമായി കഴിഞ്ഞാലും സന്തോഷമായി കഴിഞ്ഞാലും ദേഷ്യമായി കഴിഞ്ഞാലും അലമ്പായി കഴിഞ്ഞാലും എല്ലാ ഏരിയ ഉണ്ടായിരുന്നു. അപ്പൊ അത് മറ്റേ സുമലത എന്നെ മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ പോരാ, കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യണമായിരുന്നു. അതിന്റെ ഒരു ആലോചന ഉണ്ടാവും, എന്തായാലും നടന്നിട്ടുണ്ടാവും. ആ ആലോചന എന്റെ രീതിയിൽ ആലോചിക്കും. തെറ്റുമ്പോ രതീഷ് ഏട്ടൻ പറഞ്ഞു തരും. അതെ, പിന്നെ ഞാൻ ആലോചിക്കും. അപ്പൊ ആലോചിച്ച മൊത്തം തെറ്റായിരുന്നു. ഇതിനോട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസിന് ഇതിലൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. ഓൾറെഡി ഇവര് കണ്ട 2 ക്യാരക്ടേഴ്സ് ആണ് വലിയ സ്ക്രീനിൽ ത്രൂ ഔട്ട് സിനിമയുടെ ഭാഗമായിട്ട് ലീഡ് ചെയ്യാൻ വരുന്നത്. ഈ ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കും? ഓഡിയൻസ് ഇത് ആക്സെപ്റ്റ് ചെയ്യോ? അത്തരം തോട്ട് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിന് മുന്നേ? ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ചെറിയ സിനിമയാകുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു കുഞ്ഞു സിനിമയാണ്. ഈ 2 ക്യാരക്ടേഴ്സിനെയും ഭയങ്കര അതിനൊരു രസകരമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ആൾക്കാർ. അതേ നിഷ്കളങ്കതയും പരിപാടികളൊക്കെ ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി വലിയ സിനിമയാണ്. ഇത് പിന്നെ സുരേഷിന്റെ സുമലതയുടെ മാത്രമല്ല, ഒരു നാടിന്റെ കഥ മൊത്തം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു സിനിമയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ പേടിയും കൂടുമല്ലോ. പക്ഷെ ഇപ്പോഴും സുരേഷിനും സുമലതയ്ക്കും ഉള്ള ഒരു ആക്സെപ്റ്റൻസ് അങ്ങനെ തന്നെ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് അതിനെ രസകരമായിട്ട് തന്നെ കാണുമായിരിക്കും ആൾക്കാർ എന്ന് വിചാരിക്കുന്നു. കാരണം അത്രേ ഉള്ളൂ, നിഷ്കളങ്കമാണ് പരിപാടികളൊക്കെ. ചിത്രീകരണമായിരുന്നോ ആളുകൾ ഈ ക്യാരക്ടർ എങ്ങനെ ഏറ്റെടുക്കും? ആ ഒരു ആക്സെപ്റ്റൻസ് ഇനിയും കിട്ടുമോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ചെയ്തു വരുമ്പോ സെയിം എന്തായാലും ചെയ്യുന്നത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. മറ്റേ ഇനിയിപ്പോ പാഠത്തിന്റെ റിസൾട്ട് എന്തായി കഴിഞ്ഞാലും സുരേഷ് അത്രയും ഞങ്ങള് മറ്റുള്ളവരും എല്ലാരും മനസ്സിൽ കേറും. ആഘോഷിച്ചിട്ടുണ്ട്. ആഘോഷിച്ച് ഷൂട്ട് ചെയ്തൊരു പടം. ഉത്സവം പോലെ തന്നെയായിരുന്നു ഷൂട്ടൊക്കെ. മൊത്തം ആ ഗ്രാമം മൊത്തം ഉണ്ടായിരുന്നു. പയ്യന്നൂര് മൊത്തം. പയ്യന്നൂരിലെ കുറെ പഴയ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഉണ്ട് നാടകത്തിലെ. പയ്യന്നൂരിലെ അവരെല്ലാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. കാരണം അത് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഒരു ഉത്സവം ഇതൊരു ലെങ്തി സ്കെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത പടമാണല്ലോ. അത്രയും ദിവസങ്ങൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഈ ടൈമിലെല്ലാം ക്യാരക്ടറിനെ
ക്യാരക്ടറിന്റെ ഇമോഷനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഈ ഹ്യൂമൻ ബീങ് എന്ന രീതിയിലുള്ള നിങ്ങളുടെ ഇമോഷണൽ കൺസിസ്റ്റൻസിയും വേണല്ലോ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട്. അതെങ്ങനെയായിരുന്നു ഇത്രയും നാൾ ഷൂട്ട്, ബാക്ക് ടു ബാക്ക് ഷൂട്ട് വരുന്നു, കാര്യങ്ങൾ വരുന്നു? വേറൊരു പണി ഉണ്ടായിരുന്നില്ല. ചെയ്തേ പറ്റും. എന്നെ സംബന്ധിച്ചൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് ചെയ്ത് തീർക്കുക, കുറെ നാളത്തെ ആഗ്രഹം. ഫസ്റ്റ് തന്നെ ഇത്രയും നല്ലൊരു വർക്ക് വരുമ്പോ ഒരു നിസ്സാരായിട്ട് കാണാണ്ട് അതിനെ സീരിയസ് ആയിട്ട് തന്നെ കണ്ടു. അപ്പം ഊണുമില്ല ഉറക്കൂല്ല എന്ന് പറഞ്ഞ പോലെ അതിനോട് ചിത്ര ഫുൾ ടൈം ഇതിൽ തന്നെയായിരുന്നു. ചിത്ര നീന്തൽ പഠിക്കാനായിരുന്നു അതിന്റെ ഇടയില്. അത് നീന്തൽ പഠിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ ഡയറ്റ് ഉണ്ടായിരുന്നു. ഡയറ്റ് ലാസ്റ്റ് ആയിരുന്നു 1 കിലോ കുറഞ്ഞു കിട്ടിയത്. അന്നേരം എന്നോട് പറഞ്ഞു നീന്തൽ പഠിക്കണം എന്ന് പറഞ്ഞു. വെള്ളത്തില് അല്ല, അന്നേരം പുഴയിലില്ലേ, പുഴയിൽ ഇറങ്ങാൻ തന്നെ പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ഫ്രീ ടൈം പോലും കിട്ടാതെ ഇപ്പൊ പുഴയിലേക്ക് നോക്കുമ്പോ തന്നെ പേടിയുള്ള. എന്നിട്ട് ഞാൻ പോയി പഠിച്ച് അപ്പൊ ഫസ്റ്റ് ബ്രീത്തിങ് എല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് 5 സെക്കൻഡ് പോലും എനിക്ക് ആവുന്നുണ്ടായില്ല. പിന്നെ രതീഷ് ചേട്ടന് വിചാരിക്കും എന്തായാലും ചെയ്തേല് പറ്റും, എന്നെ കൊണ്ട് എന്തായാലും ചെയ്യിപ്പിക്കും. ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എല്ലാം രതീഷ് ചേട്ടനെ വിടുന്നത് കിട്ടുന്നത് വരെ രതീഷ് ചേട്ടൻ ചെയ്യിക്കും അങ്ങനെ ചെയ്യിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മുങ്ങി ചത്താലും എന്നെ ചെയ്യിക്കുന്ന എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞ ട്രെയിലറില് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ അണ്ടർ വാട്ടർ സീക്വൻസുകൾ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഇത് ആക്ച്വലി വേറെ തന്നെ പ്രോസസ്സാണ്. അതിന് വേറെ തന്നെ ഹോംവർക്ക്, ഇൻക്ലൂഡിങ് ടെക്നിക്കൽ ടീമിന് വരെ ഇതിന് ഹോംവർക്ക് വേറെയാണല്ലോ. അതിന് മൊമെന്റ്സ് എങ്ങനെയാണ്, ഷൂട്ടിംഗ് മൊമെന്റ്സ്? അതിപ്പോ നമ്മൾ രണ്ടാളും ഉണ്ടായ പോരാ, അവരോട് ചോദിക്കും. ഞാനിങ്ങനെ കരഞ്ഞ് ഇവളുടെ മറ്റേ ഒറ്റക്കുള്ള ഒരു അണ്ടർ വാട്ടർ സീക്വൻസില് അത് ശരിക്കും മുങ്ങിയിട്ട് ചെയ്ത് തന്നെയാണ്. മറ്റേത് ഡ്രൈ ഫോർ വെറ്റ് ആയിരുന്നു. അപ്പൊ ഇതില് കരഞ്ഞപ്പോ സുധീഷേട്ടൻ പറഞ്ഞു എന്റെ മോന് 1.5 വയസ്സുണ്ട്, മോന് പോലും ഇതുവരെ കരഞ്ഞത് ഇങ്ങനെ കരഞ്ഞിട്ടില്ല. എനിക്ക് വീട്ടിൽ പോകണം, അമ്മേനെ കാണണം. മറ്റേ അവസാന സമയായി ഞാനും വിചാരിച്ചു എന്റെ അവസാനമായി. അത്രയും കരഞ്ഞു ഞാൻ. അത് പുതിയ എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും? അയ്യോ ആണ്. ഞാൻ ഇങ്ങനെ റോപ്പിൽ കയറുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അത് ഈ പോലെ തന്നെ എല്ലാം ചെയ്യണല്ലോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര റോപ്പിലായിരുന്നു ജീവിതം. അതെ അതെ, കുറച്ചു കാലം രാവിലെ പോയി കഴിഞ്ഞാൽ റോപ്പ് ഭക്ഷണം അങ്ങനെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റൂലല്ലോ. ഇത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇത് മുറുകും, അപ്പൊ പ്രശ്നമായിരിക്കും. അപ്പൊ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കണം. എത്ര നാളുണ്ടായിരുന്നു ഷൂട്ട്? അത് എത്ര ദിവസം ഉണ്ടായിരുന്നു? 4 കൂടുതലുണ്ടായി. നമ്മള് റോപ്പിൽ കിട്ടിയിട്ടില്ല. പിന്നെ ബസ് ആക്സിഡന്റ് ടൈമിലും ഞാൻ റോപ്പിലായിരുന്നു. കുറച്ചു കാലം എയറിൽ തന്നെയായിരുന്നു. ഇതില് ഈ സിനിമ കണ്ട സമയത്ത് ഒരു കൈൻഡ് ഓഫ് പുതുമുഖങ്ങൾ വരുന്ന പോലെ തന്നെയാണോ നിങ്ങൾക്ക് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ലീഡ് ചെയ്യുന്ന, ഷോൾഡർ ചെയ്യുന്ന സിനിമ. അപ്പോ കരിയറിലാണെങ്കിലും ഈ സിനിമയ്ക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഇത് വേണമെങ്കിൽ വലിയൊരു ബ്രേക്കായി മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങള് ഈ വലിയ സിനിമയാവും തോറും ആളുകളിലോട്ടുള്ള റീച്ചും ഓൾറെഡി തങ്കശ്വരന്റെ ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. ഇവരെല്ലാം തിയേറ്ററിൽ വരുന്നു, കാണുന്നു. ഷോൾഡർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം എങ്ങനെയാണ് കാണുന്നത് സിനിമയെ തന്നെ? വലിയ കഷ്ടപ്പാടല്ലേ ആക്ച്വലി. ഇത്ര വലിയൊരു പരിപാടിയൊന്നും ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചല്ല. ഈ കുഞ്ഞു പടം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭയങ്കര ഓക്കെ രതീഷ് ചേട്ടൻ്റെ കൂടെ കുഞ്ഞു പടം ചെയ്യാം. അപ്പം രതീഷ് ചേട്ടനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ പോയതാ. ഇത് വലിയ പടമായിക്കൊണ്ടിരിക്കുന്ന നേരം നമുക്ക് ടെൻഷൻ കൂടിയിട്ടുണ്ട്, നല്ലോണം ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഭയങ്കര നീണ്ടുപോയി, ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് ഓരോ ദിവസവും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അതായത് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യം കൊണ്ട് ഒരു ദിവസം രതീഷ് ചേട്ടൻ വരും, ഓരോ ദിവസം രാവിലെ. ഭയങ്കര എന്റെ ഒരു അനുഭവം പറയാം. എക്സൈറ്റ് ചെയ്യിക്കുന്ന ഡാൻസിന്റെ പ്രാക്ടീസിന്റെ സമയത്ത് ചൂണ്ടലാണ്. അപ്പൊ നമ്മള് ശരിക്കും ഫുൾ സോങ് ഷൂട്ടിന്റെ ടൈമിൽ ഡാൻസ് ഒക്കെ പഠിച്ച് പെർഫോം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വോയിസ് ഒക്കെ ആ സൺഷെയ്ഡിന്റെ മുകളിൽ ഇങ്ങനെ
ഏണീന്റെ മുകളിലൊക്കെ കയറുമ്പോൾ ഞാൻ ചോദിച്ചു അവർക്കതല്ലേ എനിക്കിതല്ലേ സ്റ്റെപ്പ് ചോദിച്ചു. പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് ഏണി കയറേണ്ടത് അങ്ങനത്തെ എല്ലാം ഓരോന്ന് ആ സ്പോട്ടില് എന്റെ അമ്മോ. ഒരു തരത്തിൽ മറ്റേ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. എല്ലാം കൊണ്ടും പിന്നെ നമ്മൾ ആ സമയത്ത് വേറൊന്നും ചെയ്തിട്ടില്ല, എല്ലാറ്റിലും കട്ടായിരുന്നു. മറ്റേ ഈ സിനിമയ്ക്ക് ഇത്ര സമയം കൊടുക്കണം എന്നുള്ളത് അറിയാമായിരുന്നു, അതുകൊണ്ട് വേറൊരു പരിപാടിയും ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കാലം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ വിട്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ തന്നെ ഇയാള് ഭയങ്കര പിന്നെ ഇവര് രണ്ട് വേർഷൻ ഉണ്ടാവും. മാനുഷിക മൂല്യങ്ങളുള്ള ഒരാളായി മാറും ചില സമയത്ത് ഭയങ്കര അബ്സേർഡ് കോമഡികളായിരിക്കും. അപ്പൊ അതിലേക്ക് സ്വിച്ച് ചെയ്യണം. അത് കുറച്ച് പാടാ. അത് രജിസ്റ്ററിന്റെ കൂടെ നടന്നു പിടിക്കുക അങ്ങനെ. കൗണ്ടർ പറഞ്ഞേ ഇവിടുന്ന് ക്യാറ്റാ വേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഈ പടത്തിന്റെ ഈ ഡേ 1 തിയേറ്റർ വാച്ചിനെ പറ്റി ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ചിന്തകള്? ആ പരിസരത്ത് പോണോ? ഭയങ്കര എക്സൈറ്റഡാ. എനിക്ക് മറ്റേ ഞങ്ങളൊരു പയ്യന്നൂർ സംഘമുണ്ട്, മൊത്തം കുറെ ആൾക്കാരുണ്ട്. ഉത്സവത്തിന് കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ, എല്ലാരെയും കൂടെ അതെ അതെ. ആഗ്രഹം ഭയങ്കര മറ്റേ ആ സിനിമക്ക് വേണ്ടിട്ട് മറ്റേ ഊണും ഉറക്കവും മാറ്റി വെച്ച കുറെ നാട്ടുകാർ, നിഷ്കളങ്കരായ അതെ നാട്ടുകാരാ. അവരുടെ കൂടെ കാണുന്നതാണ് ആഗ്രഹം. ഈ ഇപ്പോഴത്തെ തിയേറ്റർ വാച്ച് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഈ കണ്ടമാനം ക്യാമറകള്, റിവ്യൂ പറയുന്നവര്, അത് നമ്മളൊരു പടം കണ്ട് പുറത്തിറങ്ങുമ്പോ ഇത്ര ആൾക്കാർ മുന്നോട്ടാണ് ഇറങ്ങി വരുന്നത്. ഞങ്ങള് തിയേറ്റർ നടക്കാനുള്ള ആൾക്കാരുണ്ട്, അപ്പൊ റിവ്യൂ മോശമാവില്ല. അല്ല, അതില് വന്ന് കയറുന്ന ആൾക്കാരാണ്. ഒരു തിയേറ്റർ നമ്മൾ തന്നെ നടക്കാനുള്ള അത്ര ആൾക്കാരുണ്ട്. ചിത്രക്ക് എങ്ങനെയാ ഡേ 1? ഇതുപോലെ തന്നെ അവരെ കൂടെ ഒക്കെ കാണണം തന്നെയല്ലേ. അത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു. ഡേ 1 ഷൂട്ടിനെ പറഞ്ഞു, എല്ലാരും കൂടി ഒരുമിച്ച് കാണണം എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള കുറെ ഫേസുകൾ കാണാം. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരെ. ഇത്രയും ദിവസം ഒരുമിച്ച് മാറിപ്പോയി. മറ്റേ അത് കഴിഞ്ഞതിന് ശേഷം ഗോവ, ബാങ്കോക്ക് ചില്ലിങ്ങാണ് മൊത്തം. അവരല്ല നമ്മളിപ്പോ സിനിമയെ പറ്റി സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സിനിമകാരനാണ്. ഈ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട സിനിമ ഒരു മെമ്മറി ഏതാ? ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസിന്റെ മെമ്മറി? എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ തിയേറ്ററിൽ പോയത് മറ്റേ ഈ ചെറുപ്പത്തിൽ എനിക്ക് 10-25 കിലോമീറ്റർ പോകണം തിയേറ്ററിലേക്ക് പോകാൻ. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ കണ്ട സിനിമ മറ്റേ TV-യിൽ ഞായറാഴ്ച സിനിമയായിട്ട് മനുവങ്കിള. അത് നല്ല ഓർമ്മയുണ്ട്. അത് മറ്റേ TV-ക്ക് മുമ്പിൽ മറ്റേ ഭൂതക്കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ പഴയ ഒരു ഗ്ലാസ് വെക്കുമല്ലോ വലുതായിട്ട് കാണാൻ വേണ്ടിട്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ കാണാൻ പോയത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുപ്പത്തില് വീട്ടുകാരൊക്കെ കൂടി പോയതാ. അത് തച്ചോളി അമ്പു രണ്ടാമത് വന്നപ്പോ എനിക്ക് അത്ര പ്രായം ഉണ്ടായിട്ടല്ല തിയേറ്ററില് തച്ചോളി അമ്പു ഫസ്റ്റ് ഡേ FDFS കണ്ടതാണെന്ന് വിചാരിക്കരുത്. രണ്ടാമത് റിലീസ് ചെയ്തപ്പോ നാട്ടിലെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 6-ാം നമ്പരം കാണാൻ പോയതാണ് തിയേറ്റർ മെമ്മറി. ഞാൻ ആകാശദൂതം തോന്നുന്നു. ഓ ടെറർ. അല്ല, ഞാൻ ചെറുപ്പത്തില്ല, പക്ഷെ വലിയമ്മ എല്ലാരും കരയുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചു. അവര് കരയുന്ന കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചു. എന്താന്ന് എനിക്ക് അറിയുന്നുണ്ടായില്ല. ആകാശദൂത തന്നെയാ തോന്നുന്നു ഞാൻ കണ്ടത്. എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ, എന്റെ പെട്ടെന്ന് ചോദിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന ആകാശദൂത ഞാൻ കണ്ടത്. അതിനുശേഷം കിളിച്ചുണ്ടൻ മാമ്പഴം, തച്ചോളിയമ്പ് കാലഘട്ടത്തിലും പിന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുന്നത് കുറവാണ്. നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ കുറവാണ് നമ്മുടെ നാട്ടില്. കൾച്ചർ ഇല്ല, ഭയങ്കര ഈസിലി പോയി വരുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് അതിലാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ പല സമയങ്ങളിലായിട്ട് തിയേറ്ററിൽ, TV-യിൽ, ഫോണിൽ, ലാപ്ടോപ്പിൽ നമ്മൾ പല സിനിമകൾ കാണുന്നുണ്ട്. ഇതിലൊരു ഈ പറയുന്ന സിനിമ പാരഡൈസ് മൊമെന്റ് പോലെ നമുക്ക് സിനിമയോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുന്ന തരത്തിലൊരു സിനിമ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സിനിമ ഏതായിരിക്കും?
എനിക്ക് 80s ഏകദേശം സിനിമയെല്ലാം കാണുമ്പോൾ ഇഷ്ടമാണ്. ഇന്നത് ഒറ്റൊന്നും പറയാൻ പറ്റുന്നില്ല. പ്രത്യേക ഒരു മൂഡിലേക്ക് എത്തുമല്ലേ? പ്രിയദർശൻ സിനിമകളൊക്കെ നല്ല ഇഷ്ടമാണ്. ചിത്രം, വന്ദനം കാണാൻ പറ്റാത്ത നാടൊക്കെ ഞാൻ എൻ്റെ സൺഡേ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിൽഡ്രൻസ് ഓഫ് ഹെവൻ അപ്പോഴാണ് ആദ്യമായിട്ടൊരു പുറത്തെ സിനിമ ആദ്യമായിട്ട് കാണുന്നത്, വലിയൊരു സിനിമ. അത് കണ്ടിട്ട് ശരിക്കും മറ്റേ വല്ലാണ്ടാവുമല്ലോ, വല്ലാണ്ടായി. അന്നാണ് ശരിക്കും മറ്റേ സിനിമ ഇങ്ങനെയൊന്നും മാത്രമല്ല എന്നൊക്കെ ഉള്ളത് തോന്നിയത്. അതാണ് ശരിക്കും എൻ്റെ സിനിമ പാരഡൈസ് ഓഫ് മൊമെന്റ്. ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഇപ്പോൾ ഒരു സ്കോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്പേസ്, ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിയുന്നപ്പോഴാണ് എനിക്കൊരു സംവിധായകനാകണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. സിനിമയെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോഴേ സിനിമയിൽ എത്തണം എന്നാണ് ആദ്യം ആലോചിക്കുന്നത്. സിനിമയിൽ എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാവണമല്ലോ. പക്ഷെ സിനിമയെ കുറിച്ച് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞ സമയം തൊട്ട് ആഗ്രഹം സംവിധാനം ചെയ്യണമെന്നാണ്. അത് നടക്കും തോന്നിയിട്ടുള്ള ആഗ്രഹമല്ല, അതാണ് നമ്മുടെ മറ്റേ സ്വപ്നമായി വെച്ചിരിക്കുന്ന ഒരു പരിപാടി. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 അതെ. അത് എന്താ കുറെ കാലത്തെ യാത്രയുടെ അവസാനമാണ് ഇത്. സ്വപ്ന സാക്ഷാത്കാരാണ്, എന്താ പറയാ. ഇതന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്ന കാസർഗോഡ് നിന്ന് ഞാൻ വരുമ്പോ ആഗ്രഹിച്ചതിന്റെ മുകളില് ഞാനിപ്പോ ജേണി ഭയങ്കര വലുതാണ്. ഒരുപാട് വലുതാ. ആഗ്രഹിച്ചതിനേക്കാളും ഞാനിപ്പോ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ നിൽക്കുന്ന മൊമെന്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്താ പലപ്പോഴും ആക്ടേഴ്സ് പറയാറുണ്ട് എനിക്ക് എന്റെ പെർഫോമൻസ് കണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. സ്ക്രീനിലാവട്ടെ ചെറിയ സ്പേസ്, മറ്റൊരു അടിച്ചടിച്ച് വിടാലോ. ഇത് ഈ തിയേറ്റർ സ്പേസിൽ നമുക്കൊരു ഫോർവേഡ് ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് സൗണ്ടേ കേട്ടിരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? അതെ അതെ, അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. നമ്മൾ പെർഫോം ചെയ്ത് നമ്മൾ കാണാന്ന് പറയുന്നത് അത് സർവൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് എന്റെ പെർഫോമൻസ് കാണുമ്പോൾ, അതായത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ ഓഡ്നസ് തോന്നൂല. ഞാനത് സ്ക്രീനിൽ കാണുമ്പോൾ ചെറിയ ഓടടിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സുരേഷും സുമലതയിലാണ് ഞാൻ കുറച്ചും കൂടി ഷോട്ടും കൂടി നോക്കി ചെയ്തത്. അത് ആവശ്യമായതുകൊണ്ട്. ചില സാധനങ്ങൾ ടെക്നിക്കൽ സാധനങ്ങളിലൊക്കെ ആവുമ്പോൾ ചില സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. വലിയൊരു പരിപാടിയല്ലേ, എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ വിചാരിച്ചിട്ട്. ഈ സിനിമ കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ പല കാലഘട്ടങ്ങള്, 3 പേര് പല ഗെറ്റപ്പുകള്, നിങ്ങൾ 2 പേര് 3 കാലഘട്ടങ്ങളിലോ ഒക്കെയുള്ള പല ഗെറ്റപ്പുകള്, മൊത്തം ചുറ്റുപാട് എല്ലാവരും പല ഗെറ്റപ്പുകൾ, സെറ്റിങ്ങുകൾ എല്ലാം മാറുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ പരിപാടി? ടൈം ട്രാവൽ ആണോ? പ്രണയകഥയാണ്, ഹൃദയഹാരിയായ പ്രണയകഥ തന്നെയാണ്. സുരേഷ് സുമലതയുടെയാണ്. അതെ അതെ. പിന്നെ കുറച്ച് ആൾക്കാരുടെ അപ്പോ പ്രണയം പിന്നെ എല്ലാ കാലത്തും അതിന്റെ വഴികളും അതിന്റെ തടസ്സങ്ങളും എല്ലാം കുറച്ചൊക്കെ ഇങ്ങനെ സിമിലർ ഒക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കാം നമുക്ക്, എന്ന് തോന്നുന്നു. പ്രണയത്തിന്റെ ഈ നമ്മളുടെ നാട്ടിലെ പ്രണയങ്ങളുടെ വഴിയും തടസ്സങ്ങളും എല്ലാറ്റിനും ഒരു സിമിലാരിറ്റി ചെയ്തിട്ടുണ്ട്. അത് ഏത് കാലഘട്ടത്തിലേക്ക് വെച്ച് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ള ഒരു പറച്ചില. ഈ പ്രേമത്തിനെ ഒരു പ്രണയകഥ തന്നെയാണ്, അതിനെ പക്ഷെ ചില കാലഘട്ടങ്ങൾ മുറിച്ചിട്ടാണ് കാണിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്, മുറിച്ചാണ് കാണിക്കുന്നത്. ചിലപ്പോൾ 60-ലായിരിക്കും അത് നടക്കുന്നത്, ചിലപ്പോൾ 90-ലായിരിക്കും, ചിലപ്പോൾ 2023-ലായിരിക്കും. അങ്ങനെ AD 1600 വരെയുള്ള കഥകൾ വരെ ഉണ്ട്. എൻഡിങ് ഇല്ല. അതെ, കാലം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഒപ്പം സുരേഷും സുമലതയും കൂടെ രതീഷ് ബാലകൃഷ്ണൻ ഒരു മുഴ മുന്നേ പോയിട്ടാണ് ഇവരെയും ഇതില് അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്ര സംസാരിച്ചു, ഈ സിനിമയെ പറ്റി പറഞ്ഞു, ഇതിൽ ഈ ആക്ടേഴ്സ് ഷോൾഡർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെല്ലാം ബേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ഇമോഷണൽ കൺട്രോൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിരിക്കുമല്ലോ. നിങ്ങൾ എത്രമാത്രം ഇമോഷണൽ ആയ മനുഷ്യന്മാരാണ്? എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻ കേട്ടോ. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ പ്രശ്നമാവുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. എനിക്ക് പിന്നെ ഞാൻ വിഷമം വന്നു കഴിഞ്ഞാൽ കരയുന്നൊക്കെ ആളാണ്. അപ്പോൾ
ആ ഇമോഷനിൽ കരയുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. കരയണടുത്ത് കരയണം എന്ന് വിചാരിക്കാറുണ്ട്. അപ്പം ചിരിക്കേണ്ടടുത്ത് ചിരിക്കും, ചിരിക്കേണ്ടടുത്ത് സമയം ചിരിക്കാം, സന്ദർഭം നല്ലോണം ഒന്നും ചിരിക്കാം. നോക്കാതെ എല്ലാ ഇമോഷനും പ്രകടിപ്പിക്കും. അതെ, അതിന്റെ എക്സ്ട്രീം നമ്മൾ എത്രത്തോളം എക്സ്ട്രീം നമ്മൾ ഇമോഷൻ പ്രകടിപ്പിക്കുന്നു അത്രത്തോളം നമുക്ക് ഗുണേ ആവുള്ളൂ ആക്ടർ എന്നുള്ള രീതിയിൽ എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ആ കട്ടഴിച്ച് വിടുക എന്ന് പറയുന്ന പൊളിച്ച് ഇറങ്ങുക എന്ന് പറയുന്ന അത് ഉണ്ട്. ഇവളും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, പോയതാ കരഞ്ഞ, ചിരിച്ചാലും അതെ, ദേഷ്യം വന്നാലും അതെ, ദേഷ്യം വന്നിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അല്ല, ദേഷ്യം വരേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞത് നമ്മള് പേഴ്സണലി എത്രമാത്രം ഇമോഷണലി. എന്തായാലും സുമേഷിനും സുരേഷിനും സുമലതയ്ക്ക് രണ്ടും മാറിപ്പോയതാണ്. എല്ലാവിധ ആശംസകളും. കഴിഞ്ഞ എന്തോ പറയുമ്പോ ചുമതലാന്ന് പോലും പറയാൻ പറ്റില്ല. ചുമതലാന്ന് സുരേഷിന് ചുമലത എന്ന് ഞാൻ എന്തോ അത് നമ്മുടെ ചുമതലയല്ല എന്നിട്ട് പറയുമ്പോ എന്തോ മാറിപ്പോയി. ചുമലതല്ല. എന്തായാലും എല്ലാവിധ ആശംസകളും. സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടട്ടെ, സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു. നല്ല സ്ഥലം, നല്ല അന്തരീക്ഷം. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ പറ്റിയതിനും നല്ല പുട്ടും കടലും തിന്നാൻ പറ്റിയതിനും അതെ ചൂടിന് മുമ്പ് തീർക്കാൻ പറ്റിയതിനും സന്തോഷം. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ഇതില്ല ചെയ്യാം.